കേരളത്തിൽ +1 സീറ്റിലേക്കുള്ള അഡ്മിഷനുകളെല്ലാം പൂർത്തിയായപ്പോൾ 53,000-ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിലേറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. 7,642 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെ പ്രചണ്ഡമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇത് മലപ്പുറത്തും മലബാറിലും നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളെ ചെറുതാക്കി കാണിക്കാനും എന്തോ അനാവശ്യമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് മലപ്പുറത്തും മലബാറിലും നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുമുള്ളൊരു ശ്രമം. അഥവാ ഇവിടെ ഇത്രയും കാലം ഇവിടുത്തെ വിദ്യാർത്ഥി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചത് വ്യാജമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു എന്നൊരു നരേഷനിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്. ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് വിചാരിക്കുന്നത്. 7,642 സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ജില്ല മലപ്പുറമാണ് എന്നാണ് ഈ പ്രചരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിലെ വസ്തുത പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 3 അലോട്ട്മെൻറ്റ് കഴിയുകയും അതിനുശേഷമുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സോ ഇഷ്ടപ്പെട്ട സ്കൂളോ കിട്ടാത്തത് കൊണ്ട് അഡ്മിഷൻ എടുക്കാതെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കാലാകാലങ്ങളായിട്ട് കിട്ടിയിരുന്ന അവസരം ലഭ്യമാകുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന 7,500-ഓളം വരുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിക്കാനുള്ള അർഹത പോലും നിഷേധിച്ചു കൊണ്ടുള്ളൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുള്ള അപേക്ഷയാണ് സർക്കാർ ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് +1 പഠിക്കാൻ ആഗ്രഹിച്ചിട്ടും സർക്കാരിൻ്റെ വികലമായ നയം കൊണ്ട് മാത്രം 7,500-ഓളം കുട്ടികൾക്ക് ഈ വർഷം +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു ഭാഗത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം. മറുഭാഗത്തേക്ക് വന്നാൽ ഈ 7,642 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ 2,400 സീറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകൾ. ബാക്കി മുഴുവൻ പണം കൊടുത്താൽ മാത്രം പഠിക്കാവുന്ന ഒരു സംവിധാനമാണ്. അത് തന്നെയും സർക്കാരിൻ്റെ ഏകജാലക സംവിധാനത്തിന് പുറത്തുള്ള ഒരു വ്യവഹാരത്തിൽ അഡ്മിഷൻ നടക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ കണക്കിനെ മുഖവിലക്കെടുത്താൽ തന്നെയും 2,200-ഓളം അല്ലെങ്കിൽ 2,300-ഓളം സീറ്റുകളുടെ മാത്രം എക്സസ് ആണ് മലപ്പുറത്തുണ്ട് എന്ന് പറയാൻ കഴിയുക. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ്സിൽ 45 കുട്ടികൾ എന്നുള്ള ശരാശരി വെച്ച് നോക്കുമ്പോൾ ഈ 2,200 സീറ്റുകൾ എക്സസ് ആണെന്ന് പറയുമ്പോൾ പോലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറച്ച് കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ പോലും +1 ക്ലാസ്സിൽ പോലും 55 കുട്ടികൾ മിനിമം പഠിക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ഇതിൻ്റെ ശരാശരി 40 മുതൽ 45 ആണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള സീറ്റിനൊക്കെ അപ്പുറത്ത് ഒരുപാട് ബാച്ചുകൾ മലപ്പുറത്തും മലബാറിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു എഡ്യൂക്കേഷണൽ വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി മലപ്പുറത്തും മലബാറിലും നടക്കുകയുള്ളൂ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾ വളരെ പെട്ടെന്ന് കബളിപ്പിക്കുകയാണ്. ഇവിടെ വെറുതെ വ്യാജമായിട്ടുള്ളൊരു സമരങ്ങളാണ് നടന്നിട്ടുള്ളത്, ഇവിടെ സീറ്റിൻ്റെ കുറവില്ല എന്നുള്ള വർത്തമാനങ്ങളാണ്. ഇനി ഇതിലേക്ക് വന്നത് എപ്പോഴാണ്? 2024 ജൂൺ 24-നാണ് +1 ക്ലാസ് ആരംഭിക്കുന്നത്. 2024 ജൂലൈ 11-നാണ് സർക്കാർ അധിക ബാച്ചുകൾ പ്രഖ്യാപിക്കുന്നത്. അതിനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ക്ലാസ് ആരംഭിച്ച് 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം സർക്കാർ ഒരു റെമഡിയൽ പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിച്ചിട്ട് വീണ്ടും ദിവസങ്ങൾ എടുത്തിട്ട് അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ 2-3 മാസങ്ങൾ വളരെ അൺസർട്ടനിറ്റിയിൽ തങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന മലപ്പുറത്തെ കുട്ടികൾ സ്വാഭാവികമായിട്ടും മറ്റു പല പഠന ഓപ്ഷനുകളിലേക്കും അവരുടെ ശ്രദ്ധ ഊന്നുകയും അവർ പല സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കും ചേരുകയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കുറവ് മൊത്തം സീറ്റിൻ്റെ എക്സസിൽ നമുക്ക് കാണാനും കഴിയും. ഇനി മറ്റൊരു ഭാഗത്ത് ഈ വർഷം നമ്മൾ തന്നെ ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 2-അംഗ സമിതിക്ക് പഠിക്കാൻ, അവരോട് മലപ്പുറത്തെ പ്രതിസന്ധി പഠിക്കാനല്ല പറഞ്ഞത്, മലപ്പുറത്തെ പ്രതിസന്ധി എങ്ങനെ പഠിക്കണം എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതിൽ തന്നെ ഹ്യൂമാനിറ്റീസ് അതുപോലെ കൊമേഴ്സ് ബാച്ചുകൾ മാത്രം പരിഗണിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് RDD ബഹുമാനപ്പെട്ട ഡോക്ടർ PM അനിൽ മാധ്യമങ്ങളോട് തുറന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഇവിടെ സീറ്റിൻ്റെ കുറവുണ്ടായിരിക്കെ തന്നെ ഒരു ബാച്ച് പോലും മലപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് പ്രഖ്യാപിച്ച 120 ബാച്ചുകൾ തന്നെ പരിശോധിച്ചാൽ അത് വളരെ അശാസ്ത്രീയമായിട്ടാണ് പ്രഖ്യാപിച്ചതെന്ന് കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ
കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റിൻ്റെ പ്രതിസന്ധിയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് തിരൂരങ്ങാടി മണ്ഡലം. എന്നാൽ 120 ബാച്ച് മലപ്പുറത്തേക്ക് പ്രഖ്യാപിച്ചപ്പം 2 ബാച്ച് മാത്രമാണ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ. ഒന്ന് GHSS തിരൂരങ്ങാടിയും 2 GHSS അതിന് തൊട്ടടുത്തുള്ള ഒരു അങ്ങനെ 2 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമാണ് ബാച്ച് അനുവദിച്ചത്. അപ്പോൾ 4000-ഓളം കുട്ടികൾ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്ന തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ സീറ്റ് ഗവൺമെൻറ് അനുവദിക്കുന്നത് അവിടെ നിന്നും കിലോമീറ്ററുകൾ താണ്ടി മറ്റൊരു മണ്ഡലത്തിലാണ്. അപ്പോൾ ഒട്ടും പ്രായോഗികമല്ലാതെ എങ്ങനെയെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ കുറച്ച് സീറ്റ് എക്സസ് വന്നിട്ട് മലപ്പുറത്ത് സീറ്റിൻ്റെ പ്രശ്നം ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ സത്യസന്ധമായൊരു നിലപാട് സ്വീകരിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഭാഗത്തുള്ളത്. ആദ്യം തന്നെ ഈ പ്രശ്നം ഇല്ല എന്ന് നിഷേധിക്കുകയും പിന്നീട് സമരങ്ങൾ ശക്തിപ്പെട്ടപ്പം അത് അനുവദിക്കേണ്ടി വരികയും അനുവദിച്ചപ്പോൾ പോലും എങ്ങനെ കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാതെ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള സീറ്റുകളുടെ പ്രഖ്യാപനവും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമാണ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. സർക്കാരിൻ്റെ തല തിരിഞ്ഞിട്ടുള്ള ഈ നയമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സത്യത്തിൽ സർക്കാരിന് ഈ വിഷയത്തിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ അലോട്ട്മെൻറ്റുകളെല്ലാം പ്രാഥമികമായ 1ാമത്തെ അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റുകൾ പ്രഖ്യാപിക്കുകയും അത് എവിടെയാണ് നിജപ്പെടുത്തുകയും എവിടെയാണ് കുറവുള്ളത് എന്ന് തിരിച്ചറിയും അതിനനുസരിച്ചുള്ള ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുകയായിരുന്നെങ്കിൽ സീറ്റ് കുറവുണ്ടാവില്ല, സീറ്റ് എക്സസ് ആവില്ല എന്ന് മാത്രമല്ല കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാവുന്ന അല്പം കൂടി മാന്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാകുമായിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളിൽ മലപ്പുറത്തെ ജനങ്ങൾ വീണു പോകില്ല. എന്ത് കളവ് പറഞ്ഞാലും എത്ര കള്ളക്കണക്കുകൾ പ്രചരിപ്പിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പം, കൃത്യമായ ഡാറ്റ വെച്ച് സർക്കാരിൻ്റെ ഡാറ്റ വെച്ച് തന്നെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പം മലപ്പുറത്തുണ്ട് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ഇത്തരം വിവാദങ്ങളോടും ഇത്തരം ആരോപണങ്ങളോടും പ്രതികരിക്കാനുള്ളത് എന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.